മോർണിംഗ് ഫ്രണ്ട്സ്. എനിക്കെടുക്കുന്ന ടോപ്പിക്കാണ് IMF റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. IMF പ്രൊമോട്ട് ഗ്ലോബൽ മോണിറ്ററി കോർപ്പറേഷൻ, സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്, പ്രൊവൈഡ് ഹൈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് റെഡ്യൂസ് പോവർട്ടി അറൗണ്ട് ദ വേൾഡ്. IMF സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇതൊരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 190 അംഗരാജ്യങ്ങളാണ് ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളത്. USDയിലെ വാഷിങ്ടണിലാണ് IMFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1945 ഡിസംബർ 7 IMF രൂപീകൃതമാകുന്നത്. IMFൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ മെമ്പർഷിപ്പുള്ള അംഗരാജ്യങ്ങളെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്തിനും വേണ്ടി ബൂസ്റ്റ് ചെയ്യാം, അവർക്ക് അതിനാവശ്യമായ ഹെൽപ്പ് കൊടുക്കുക എന്നതാണ് IMFൻ്റെ പ്രധാന മോട്ടീവ്. അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ, എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ അത് നികത്താനുള്ള റിലീഫ് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് IMFൻ്റെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് IMF എങ്ങനെയൊക്കെയാണ് സഹായങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊമോട്ട് ഗ്ലോബൽ മോണിറ്ററി കോർപ്പറേഷൻ, സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്, പ്രൊവൈഡ് ഹൈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്, റെഡ്യൂസ് പോവർട്ടി അറൗണ്ട് ദ വേൾഡ്. നെക്സ്റ്റ് ആണ് കീ IMF ആക്ടിവിറ്റീസ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2015. The Catastrophe Containment and Relief Trust. This is a new emergency relief fund established to provide financial assistance to members during period of crisis. Under this scheme, grants are provided for debt relief to the poorest and most vulnerable countries hit by natural or public health disaster that have the potential to spread to their countries. എന്നുവെച്ചാൽ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റ് രൂപീകൃതമായത് എബോള ക്രൈസിസിലാണ്. എന്ന് വെച്ചാൽ ഈ മെമ്പർഷിപ്പുള്ള അംഗരാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ, പബ്ലിക്കോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ ആ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാനുള്ള ഫണ്ട് ഈ IMF പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് കാറ്റസ്ട്രോഫ് കണ്ടെയ്ൻമെൻറ്റ് റിലീഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മേജർ പോളിസി റിവ്യൂ കംപ്ലീറ്റഡ്. ദ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആക്ഷൻ പ്ലാൻ കവേഴ്സ് ഓൾ കോർ ഓപ്പറേഷൻ ഏരിയ ഓഫ് സർവെയിലൻസ് ഇൻക്ലൂഡിംഗ് റിസ്ക് ആൻഡ് macro critical structural issues. It provides the countries with more flexibility to finance productive investment while containing risk to medium-term sustainability. ഇപ്പോൾ ഈ അംഗരാജ്യങ്ങൾക്ക് അവരുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കടം കൊടുക്കുക, അതുപോലെ അവരുടെ വർക്ക് പ്രോഗ്രസീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് മേജർ പോളിസി റിവ്യൂ കംപ്ലീറ്ററിലൂടെ. നെക്സ്റ്റ് capacity building. Capacity building helps countries develop more effective institution, legal framework and policy to promote economic stability and inclusive growth focused on low-income developing countries. IMFലെ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്താനും അതുപോലെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് IMF policies priorities in 2015. Euro area means provide effective demand support and implement labor and product market reforms. United States ensures more monetary normalization and establishes medium-term fiscal consolidation plan. Japan implement physical and structural reforms and enhance monetary policy transmission. China manage demand balancing and address vulnerabilities in over-invested sectors. Emerging market economies address external vulnerabilities and lift potential growth. Low-income developing countries strengthen policy frameworks and rebuild physical and external buffers. Next, monetary policy. Assess impact of policy divergence and analyze monetary policy and financial stability links. Financial sector policies
deepen macro-financial analysis and provide guidance on macro-prudential policy. Fiscal policy, examine how policy can boost long-term growth and strengthen advice on framework and institutions. Structural reforms, which means bolster advice on structural reforms and advice on measures to improve investment efficiencies. ഈ IMF റോൾ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഞാൻ അടുത്ത ടോപ്പിക്കാണ് റോൾസ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കീ IMF activities in financial year 2015, the catastrophe containment and relief trust, major policy review completed, capacity building, IMF policy priorities in 2015. The next ടോപ്പിക്കാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എടുത്ത ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ഉള്ളത് എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. Economic environment of an international business consists of several variables such as the economic system of the home and host country. എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഇക്കണോമിക് ഫാക്ടേഴ്സും സ്റ്റഡി ചെയ്യുക, അതുപോലെ അത് ഇവാലുവേറ്റ് ചെയ്യുക. The economic environment of an international business consists of several variables such as the economic system of the home and host country, the level of economic growth and development, the fiscal and monetary policy, among other things. And the economic environment has three phases: economic conditions, economic policies and economic system. Economic condition എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെയാണ് അവിടുത്തെ എക്കണോമിക് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അതുപോലെ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതും അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. അതുപോലെ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സിസ്റ്റം അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ റൺ ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്നു. നെക്സ്റ്റാണ് എക്കണോമിക് ഗ്രോത്ത്. An analysis of growth rates in different countries is essential for making success in international business. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് പീരീഡ് ഓഫ് ടൈമിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുന്നതിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 2020 ആ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ അനലൈസ് ചെയ്ത് 2020 കമ്പയർ ചെയ്യുമ്പോൾ 2021 അതിലൊരു ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്തിനെയാണ് വളർച്ച ഉണ്ടാവും. അതിനെയാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഗ്രോത്തിൽ ഫസ്റ്റാണ് ഇൻഫ്ലേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നത്, അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ 3 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക: കറൻസി ഡിപ്രീസിയേഷൻ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ. അതിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാവുമ്പോൾ ആവശ്യമുള്ള വസ്തുവിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ആവശ്യമില്ലാത്തതും നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ, ആഡംബര സാധനങ്ങളായിക്കോട്ടെ, അത് വാങ്ങുന്നതിനെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഇക്കണോമിക് ബൂമാണ്. നെക്സ്റ്റാണ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉയരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുന്ന ആ ഒരു കോസ്റ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധനത്തിൻ്റെ വില കൂട്ടുക, അതിനെയാണ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ്. സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് simply means international management needs to monitor the surplus and deficit in the country's balance of payment. ഒരു രാജ്യത്തിൻ്റെ സർപ്ലസും അതുപോലെ തന്നെ ഡെഫിസിറ്റും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താലേ നമുക്ക് ആ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനും അതിന് അനുസരിച്ചുള്ള പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും സ്ട്രാറ്റജീസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. നെക്സ്റ്റാണ് ട്രാൻസിഷൻ ടു മാർക്കറ്റ് ഇക്കണോമി.
The transition process has provided significant opportunities for international business. Countries have opened their doors to the outside world. Privatization has provided opportunities for foreign companies. നമ്മുടെ ട്രേഡ് വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നതാണ് ട്രാൻസിഷൻ ടു മാർക്കറ്റ് ഇക്കണോമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മിക്സഡ് ഇക്കണോമി ലെവൽ എന്ന് വെച്ചാൽ പ്രൈവറ്റൈസേഷൻ്റെ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിക്കുക, അതാണ് ട്രാൻസിഷൻ ടു മാർക്കറ്റ് ഇക്കണോമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഇക്കണോമിക് സിസ്റ്റം. ഇക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ an economic system is a system of production, resource allocation. It includes the combination of various agencies, entities, decision-making processes, and pattern of consumption that comprises the economic structure of a given community. As such, an economic system is a type of social system. There are three types of economy: socialist economy, capitalist economy, mixed economy. Socialist economy means സ്വത്തുക്കൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെയോ ഉടമസ്ഥതയിലുള്ളതും അതുപോലെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉള്ള സ്വത്തുക്കൾ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൻ്റെ കീഴിലായിരിക്കും ജനങ്ങൾക്കുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് വെൽഫെയർ ആണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലനിൽക്കുക എന്നതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ മെയിൻ മോട്ടീവ് എന്ന് പറയും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്ററാക്ഷൻസ് കൂടുതലായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്ററാക്ഷൻസ്, ഗവൺമെൻറ്റിൻ്റെ പോളിസി അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, അതിൽ തന്നെ ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതുപോലെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. അതേപോലെ പബ്ലിക് പ്രോപ്പർട്ടി ആണ് നിലനിൽക്കുന്നത് അവിടെ. അത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടാവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം മീൻസ് മുതലാളിത്തം. വിഭവങ്ങളും സ്വത്തുക്കളും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതിനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തുള്ള സ്വത്തുക്കളും വിഭവങ്ങളും ഒരു പ്രൈവറ്റ് ആളുകളോ ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ നിലനിൽക്കുന്നതിനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്ററാക്ഷൻസ് കുറവായിരിക്കും. ഒരു സ്വകാര്യ വ്യക്തിയാണ് അതിൻ്റെ മേൽനോട്ടമുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് റെഗുലേഷൻസൊക്കെ ഒരു പരിധി വരെ മാത്രം ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റാണ് മിക്സഡ് ഇക്കണോമി. മിക്സഡ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും കൂട്ട പങ്കാളിത്തത്തോടുള്ള ഇക്കണോമിയെയാണ് മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രണ്ട് സെക്ടറിൻ്റെയും ഇടപെടലുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഡിവിജ്വലായ ഒരു എക്സിസ്റ്റൻസും ഉണ്ടായിരിക്കും. പ്രോഫിറ്റാണ് ക്യാപിറ്റലിസം പോലെ പ്രോഫിറ്റും മെയിൻ മോട്ടീവാണ്. അതുപോലെ തന്നെ വെൽഫെയറും മെയിൻ മോട്ടീവാണ്. രണ്ട് ഇക്കണോമിയുടെയും, സോഷ്യലിസ്റ്റ് ഇക്കണോമിയുടെയും ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെയും എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയി വരുന്നതിനെയാണ് മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഒരു മോട്ടീവാണ്, അതുപോലെ തന്നെ വെൽഫെയറും ഒരു മോട്ടീവാണ്. ഗവൺമെൻറ് ഇൻ്ററാക്ഷൻസ് ഉണ്ടെങ്കിലും ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്, ഒരു പ്രൈവറ്റ് എക്സിസ്റ്റൻസ് അവിടെ ഉണ്ടായിരിക്കും. അടുത്തൊരു ടോപ്പിക്കാണ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഫാക്ടേഴ്സിനെയാണ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ചില ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് സം ഫേസസ്. ഇതിനെയാണ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യം സാമ്പത്തിക വളർച്ചയിലെത്തിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപാധികൾ, ടൂൾസിനെയാണ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഇൻകം ലെവൽ. ഇപ്പം നമ്മൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നോക്കുമ്പോൾ നാഷണൽ ഇൻകം, ആ ഒരു രാജ്യത്തിൻ്റെ വരുമാനം ആണ് മെയിനായിട്ട് നോക്കുക. അപ്പോൾ ഒരു നാഷണൽ ഇൻകം കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ഇക്കണോമിക് ഗ്രോത്ത് കൂടുന്നു എന്നാണ് അർത്ഥം.
അതാണ് ഒരു ഇൻഡിക്കേറ്ററായി ഉപയോഗിക്കുന്നത്. അതേപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ആയി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഇക്കണോമിക് ഗ്രോത്തിലെത്തി എന്നാണ് പറയുന്നത്. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം അതൊക്കെയാണ് അതിൽ വരുന്നത്. ഒരു ഇക്കണോമിക് ഗ്രോത്ത് കൂടുക എന്ന് പറഞ്ഞാൽ നെക്സ്റ്റാണ് LPG ഇൻ്റർനാഷണൽ ബിസിനസ്. LPG സ്റ്റാൻഡ്സ് ഫോർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ LPG എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് LPG ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഫസ്റ്റ്, ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ ഈസ് ലൂസനിങ് ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ്. ലിബറലൈസേഷൻ ഈസ് ഫ്രീയിങ് ദ ഇൻഡസ്ട്രി ഫ്രം ഗവൺമെൻറ് കൺട്രോൾ, സ്റ്റാർട്ടിങ് ഫ്രം ലൈസൻസസ് ടു ടാക്സ്. 1/3 ഓഫ് ദ റീറ്റെയിൽ പ്രൈസ് ഗോസ് ടു ഗവൺമെൻറ് നൗ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അവർ നേരിടുന്ന ചില ക്രൈസിസുകൾ ഉണ്ടായിരിക്കും. ലൈസൻസിങ്, ടാക്സ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, അങ്ങനെയുള്ള ഒരു ക്രൈസിസ് കുറയ്ക്കുന്നതിനെയാണ്, അതിലൊരു ഇളവ് വരുത്തുന്നതിനെയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ലൈസൻസിങ്, എബോളിഷൻസ് ഓഫ് ലൈസൻസ് ഇല്ലാതാക്കുക, ടാക്സ് കുറയ്ക്കുക, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുക, ഇതിനൊക്കെയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് പ്രൈവറ്റൈസേഷൻ. Privatization means that the government tries to do less in the world of business. Privatization is the reverse of nationalization. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് പ്രൈവറ്റ് സെക്ടറിലേക്ക് കൈമാറുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഗവൺമെൻറ് കീഴിലുള്ള പ്രോപ്പർട്ടി പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്ക് ചെയ്യുക എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ഏറ്റെടുക്കുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അവർ ഷെയർ നൽകുക, പബ്ലിക് സെക്ടറിൻ്റെ സ്വത്തുക്കൾ പ്രൈവറ്റ് സെക്ടർ ഓണർഷിപ്പ് കൈമാറുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് ഗ്ലോബലൈസേഷൻ. Globalization means you can cross borders. Globalization is to remove the restriction to buy or sell goods manufactured abroad. Globalization has in fact become a buzzword with Indian firms now, and many are expanding their overseas business by different strategies. നമ്മുടെ ബിസിനസ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുക. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സും സർവീസസും അത് ലോകത്തിൻ്റെ ഏതൊക്കെ കൺട്രീസ് ഉണ്ടോ അവിടേക്ക് എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പോസ് ചെയ്യുന്നതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടത്തുക, അതുപോലെ തന്നെ ഗുഡ്സ് കൈമാറ്റം ചെയ്യുക, റോ മെറ്റീരിയൽസ് കൈമാറ്റം ചെയ്യുക, റോ മെറ്റീരിയൽസ് എബ്രോഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, ഇതിനെയൊക്കെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് LPG ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. നെക്സ്റ്റാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്. Managers study economic environments to estimate how market trends and government policies influence the performance of their companies. ഒരു ഓർഗനൈസേഷനെ എങ്ങനെയാണ് മാർക്കറ്റ് ട്രെൻഡ്സും മാർക്കറ്റ് കണ്ടീഷൻസും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു ഇക്കണോമിക്കിലെ എന്ത് ചേഞ്ചസാണ്, ഒരു ഇക്കണോമിക് എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ പുതിയ ട്രെൻഡ്സ് വരാം, മാർക്കറ്റിൽ പുതിയ ന്യൂ ട്രെൻഡ്സ് വരാം, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് ചേഞ്ച് ആയിരിക്കാം. ഇതൊക്കെ അഡാപ്റ്റ് ചെയ്ത് ആ ഒരു കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകാൻ എക്കണോമിക് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നു. ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് ആ ട്രെൻഡ് അഡോപ്റ്റ് ചെയ്യാനും അതുപോലെ ന്യൂ പോളിസീസ് മനസ്സിലാക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ്, എ കൺട്രീസ് എക്കണോമിക് പോളിസീസ് ആർ എ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ഗോൾ ആൻഡ് ഇറ്റ്സ് പ്ലാൻഡ് യൂസ് ഓഫ് എക്കണോമിക് ടൂൾസ് ആൻഡ് മാർക്കറ്റ് റിഫോംസ്. എക്കണോമിക് പോളിസീസൊക്കെ ഒരു ഇൻഡിക്കേറ്ററായി വർക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് വർക്ക് ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ്ലി ഇമ്പാക്ട് സിറ്റിസൻസ്, മാനേജേഴ്സ്, കമ്പനീസ്, പോളിസി മേക്കേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഡയറക്റ്റായിട്ട് ജനങ്ങളെയും മാനേജേഴ്സിനെയും ഒരു കമ്പനീസിനെയും ഒക്കെ ബാധിക്കുന്നു എന്നതാണ് പറയുന്നത്.
നെക്സ്റ്റ് ആണ് ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ്. എവിടെ നിന്നൊക്കെയാണ് ഒരു ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് നടത്തുക, എവിടെ നിന്നൊക്കെയാണ് റിസോഴ്സസ് കളക്ട് ചെയ്യുന്നത്, അതുപോലെ എവിടെയൊക്കെയാണ് നമ്മൾ ഷെയർ ഓൺ ചെയ്യേണ്ടത്, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ്, ടു ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് വാർണിംഗ് സിഗ്നൽസ്. ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റിലെ ത്രെഡ്സ്, വീക്ക്നെസ് ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതുവഴി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. ത്രെറ്റും ഓപ്പർച്യൂണിറ്റിയും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക, അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നെക്സ്റ്റ്, ഹെൽപ്പ് ഇൻ ടാപ്പിംഗ് റിസോഴ്സസ്. ടാപ്പിംഗ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് ഇൻപുട്ടുകൾ ആക്സെപ്റ്റ് ചെയ്ത് അത് നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു, എന്നിട്ട് അത് തിരിച്ച് എൻവയോൺമെൻറ്റിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ റിസോഴ്സസൊക്കെ ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഫേമിൽ അതൊരു ഔട്ട്കം ആക്കി, ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മുടെ സൊസൈറ്റിയിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ കോപ്പിംഗ് വിത്ത് ചേഞ്ചസ്, അഡാപ്റ്റ് ന്യൂ ചേഞ്ചസ്. ഇപ്പോൾ ഒരു എക്കണോമിക്കിൻ്റെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് പുതിയ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഓർഗനൈസേഷൻ ആ ചേഞ്ചസൊക്കെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. നെക്സ്റ്റ് ആണ് അസിസ്റ്റിംഗ് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. അസിസ്റ്റിംഗ് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ എന്തെങ്കിലും പുതിയ ന്യൂ പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ആണ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ്, അതിൽ വരുന്നത് തന്നെയാണ് എമർജിംഗ് മാർക്കറ്റ് വിത്ത് പോപ്പുലേഷൻ ദാറ്റ് ആർ യങ് ആൻഡ് ഗ്രോയിങ് will increasingly become not only the focus of rising consumption and production but also major producers of capital, talent and innovation. Awareness of international economic trends is vital for success in international business. അടുത്ത ഒരു ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പക്ഷേ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഒരു ടോപ്പിക്കും കൂടി വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ട്രേഡ് എൻവയോൺമെൻറ്റ്. ഇൻ്റർനാഷണൽ ട്രേഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് ദ ഇൻ്റർനാഷണൽ ബോർഡർ ഓഫ് ടെറിറ്ററീസ്. ഗുഡ്സും സർവീസസൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്യുക, നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് എക്സ്പ്ലോഡ് ചെയ്യുന്നതിനെയാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദ എൻവയോൺമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ trade is regarded as the sum total of the external forces working upon the firm. It goes after the affairs of foreign and domestic market. അപ്പോൾ ആ ഗുഡ്സും സർവീസസൊക്കെ ഫോറിനിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ എബ്രോഡും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നൊരു ഗുഡ് അഡ്വാൻറ്റേജും കൂടി ഇൻ്റർനാഷണൽ ട്രേഡ് എൻവയോൺമെൻറ്റ് വഴി സാധിക്കുന്നു. നെക്സ്റ്റ് ഉള്ള ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ഇൻ എ ഫോറിൻ മാർക്കറ്റ് ദാറ്റ് ക്യാൻ എയ്തർ ഫെസിലിറ്റേറ്റ് ഓർ ഹിൻഡർ the ability of a business to conduct business activities in the foreign market. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു രാജ്യത്ത് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തെ ആ ഒരു രാജ്യത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു മൂവും കൂടി നോക്കണം. ഇപ്പോൾ അവിടുത്തെ ഒരു പാർട്ടിക്ക് ഒരു പൊളിറ്റിക്സിനെ ഓപ്പോസിറ്റുള്ള ഒരു ഓർഗനൈസേഷനിലാണ്, അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ബിസിനസ് അത്ര സ്മൂത്ത് റണ്ണിങ്ങിലായിരിക്കില്ലേ പോവുക, നമുക്ക് ഒരുപാട് ക്രൈസിസുകൾ നേരിടേണ്ടി വരും. അപ്പോൾ അവർക്കും കൂടി ഒരു ഫേവറബിൾ ആയിട്ടുള്ള അവർക്ക് ഒരു ബിസിനസ് തുടങ്ങുകയായിരിക്കും നല്ലത്. ഒരു പൊളിറ്റിക്കൽ സൈഡും കൂടി അനലൈസ് ചെയ്യണം എന്നതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലൂടെ പറയുന്നത്. There is often a high degree of uncertainty when conducting business in a foreign country, and the risk is referred to as political risk or sovereign risk. രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഐഡിയോളജി എന്താണ്, പോളിസീസ് എന്താണ് എന്ന് അനലൈസ് ചെയ്യുക. ആ ഒരു രാജ്യത്ത് ആ പൊളിറ്റിക്സ് ആ ഒരു പാർട്ടി എന്തൊക്കെ ഐഡിയോളജിയും എന്തൊക്കെ പോളിസീസുമാണ്
നിലനിൽക്കുന്നത് എന്ന് അനലൈസ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിന് ബിസിനസ്സിനോടുള്ള അപ്രോച്ച് മനസ്സിലാക്കുക. ആ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിന് ഓർഗനൈസേഷൻസിനോടുള്ള അപ്രോച്ച് അനലൈസ് ചെയ്യുക എന്നതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. അതിൽ വരുന്നതാണ് പൊളിറ്റിക്കൽ ഐഡിയോളജി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, which means political ideology in turn gives rise to political system in which form of basis of governance of nations. അതിൽ തന്നെ വരുന്നതാണ് കളക്റ്റിവിസം, കമ്മ്യൂണിസം, സോഷ്യലിസം. അടുത്തത് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വലിസം means emphasize the well-being of the individual. These philosophies in turn gave birth to political system. Next, democracy involves wide participation by citizens in the decision-making process. Democratic governments differs. ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രീതിയിൽ പെരുമാറുക എന്നതാണ്. Example, presidential versus parliamentary, number of important political parties, amount of citizen participation in decision making, fragility and stability of new democracies. Next is totalitarianism. A single party or individual or group of individuals monopolize political power. Totalitarianism takes several forms: theocratic, military, autocratarian, കമ്മ്യൂണിസം. നെക്സ്റ്റ് ആണ് പൊളിറ്റിക്കൽ റിസ്ക്. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ റിസ്ക് ക്യാൻ റേഞ്ച് ഫ്രം വെരി ഡിറ്റർമിനൽ ആക്ഷൻ ലൈക്ക് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു റെവല്യൂഷൻ to those of more financial nature, such as the creation of laws that prevent the movement of capital. In general, there are two broad categories of political risk, with macro and micro risk. Macro risk refers to the adverse action that will affect all foreign firms. മാക്രോ എന്ന് പറയുന്നത് ആ ഒരു ഫോറിനിലുള്ള ആ ഒരു ബിസിനസ്സിനെ മൊത്തത്തിൽ വ്യാപിക്കുന്നതാണ് മാക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെസ്സായിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്പേസിനിൽ മാത്രം വ്യാപിക്കുന്നതിനെയാണ് മൈക്രോ റിസ്ക് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ റിസ്കിൻ്റെ കാരണം എന്ന് പറയുന്നത് സിവിൽ ഡിസോർഡർ എന്ന് വെച്ചാൽ അനിമോസിറ്റി ബിറ്റ്വീൻ കൺട്രികൾ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. രണ്ട്, ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. ഇപ്പോൾ ഈ മാറി വരുന്ന പാർട്ടികൾ, അതുകൊണ്ടൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടാകുന്നത്. ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ റിസ്ക്. ഓണർഷിപ്പ് റിസ്ക് റെപ്രസെൻറ്റ് എൻ ത്രെറ്റ് ടു ദ കറൻറ്റ് ഓണർഷിപ്പ് സ്ട്രക്ചർ. ഇതന്നെ പാർട്ടികളിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഒരു പാർട്ടി വന്ന് ആ ഒരു പോളിസി അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതൊക്കെ അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് പാർട്ടി ഭരണത്തിൽ വരിക. അപ്പോൾ നമുക്ക് അവരുടെയും ആ ഒരു പോളിസീസ് അഡാപ്റ്റ് ചെയ്യാൻ വരുന്ന ബുദ്ധിമുട്ടുകൾ. ഓപ്പറേഷണൽ റിസ്ക് ചേഞ്ചിങ് ദ റോൾ ഓഫ് ദി ഗെയിം ഇൻ സിംഗിൾ ഔട്ട് ഫോറിൻ ഫേംസ്. അപ്പോൾ അങ്ങനെ ഓരോ പാർട്ടിക്കിൾസ് വരുമ്പോൾ നിയമങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കാം. ട്രാൻസ്ഫർ റിസ്ക് റെഫേഴ്സ് ടു റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എസ്പെഷ്യലി ക്യാപിറ്റൽ കൺട്രോൾസ്. അടുത്ത ടോപ്പിക്കാണ് സ്ട്രാറ്റജീസ് ഫോർ മാനേജിങ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ റിസ്ക്. അതിൽ വരുന്നതാണ് അവോയ്ഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അവോയ്ഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ സിംപ്ലസ്റ്റ് വേ ടു മാനേജ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ റിസ്ക് ഓൾറെഡി ടു അവോയ്ഡ് ഇൻവെസ്റ്റിംഗ് ഇൻ എ കൺട്രി റാങ്ക്ഡ് ഹൈ ഓൺ സച്ച് റിസ്ക്. നമ്മളിപ്പോൾ നമുക്ക് അനുയോജ്യമല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. അതൊരു പക്ഷേ നമുക്ക് പൊളിറ്റിക്കൽ റിസ്കിലേക്ക് നയിച്ചേക്കാം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവിടുത്തെ പാർട്ടീസ് എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്യുക. അഡാപ്റ്റേഷൻ മീൻസ് ഇൻകോർപ്പറേറ്റിംഗ് റിസ്ക് ഇൻ ടു ബിസിനസ് സ്ട്രാറ്റജീസ്. Multinational companies incorporate risk by means the following three strategies: local equity and debt, development assistance and insurance. Next ആണ് threat. Political risk can also be managed by trying to prove the most host country that it cannot do without the activities of the firm. Next, lobbying. Influence the local policies through lobbying is another way of managing political risk. Terrorism consultants. To manage terrorism risk, international business firms hire consultants in counter-terrorism to train employees to cope with the threat of terrorism. Indispensability. The appearance of being irreplaceable obviously helps reduce political risk. Vertical integration. Companies that maintain specialized plans,
each dependent on the others in various countries are expected to incur fewer political risks than the firm with fully integrated and independent plans in each country. Local borrowing. Host countries do not expropriate themselves and they are reluctant to cause problems for their local financial initiatives. Minimize fixed investments. Companies can decide to release difficulties instead of buying them, or it can rely more on outside suppliers. Political risk insurance, which means global companies can purchase insurance to cover the political risk നികത്താനായിട്ട് ഇൻഷുറൻസ് സൗകര്യം ഏർപ്പെടുത്തുക. ഇതൊക്കെയാണ് എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്ക്. എക്കണോമിക് എൻവയോൺമെൻറ്റും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും അതിൽ വരുന്ന കുറച്ച് ഫേസസ് ആണ് പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.